നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞയച്ചോളി. കുട്ടികളുടെ വിജയത്തിൽ രക്ഷിതാക്കളുടെ ഒരേയൊരു വിശ്വാസം ഓക്സ്ഫോർഡ്. ഇനി ട്യൂഷൻ സെന്ററുകൾ തേടിയുള്ള അലച്ചിൽ നിർത്താം. ബുക്ക് യുവർ സീറ്റ്സ്. ഓക്സ്ഫോർഡ് എയ്ഡ്സ്. ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. എടാ മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോണത് 10ാം ക്ലാസ് ഹിന്ദിയിലെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വൈറ്റ് ക്യാപ്പ് എന്നൊരു കഹാനി, ഒരു കഥയാണ്. ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത് മക്കളെ ഛത്തീസ്ഗഡുകാരനായിട്ടുള്ള ലോക് ബാബു എന്ന് പറഞ്ഞൊരു മച്ചാനാണ്. അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നൊസ്റ്റാൾജിയൊക്കെ ഉണർത്തുന്ന ഒരു അടിപൊളി സ്റ്റോറിയാണത്. ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് എഴുതിയിട്ടുള്ള ഒരു കഥയാണത്. അപ്പൊ നമ്മുടെ കഥയിലെ നായകൻ എന്ന് പറഞ്ഞാൽ മക്കളെ ഈ ഒരു മേലെ കുത്തിരിക്കുന്ന ഈ ഒരു പയ്യനാണ്. ഈ പയ്യന്റെ പേര് മക്കളെ കേശവ് എന്നാണ് കേട്ടോ. നമ്മുടെ കേശവ് ഒരു കൊച്ചു പയ്യനാണ്. 8 വയസ്സ് മാത്രം പ്രായമുള്ള 3ാം ക്ലാസ്സിൽ നിന്ന് 4ലേക്ക് ജയിച്ച ഒരു കൊച്ചു പയ്യൻ. അപ്പൊ ഈ ഒരു പയ്യന്റെ ലൈഫിൽ സംഭവിക്കുന്ന വലിയൊരു സംഭവമാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനുള്ളത്. സംഭവം എന്താണെന്നൊക്കെ നമുക്ക് കഥ പറയുന്ന സമയത്ത്, ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ ഈ ചാപ്റ്റർ കുറച്ച് ഡീറ്റെയിൽഡ് വലിയ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 വീഡിയോകളായിട്ട് 2 പാർട്സ് ആയിട്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യാം. അപ്പൊ ഏതായാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം മക്കളെ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അർത്ഥങ്ങളൊക്കെ എഴുതി പഠിക്കട്ടോ. അർത്ഥങ്ങൾ പഠിച്ചാൽ തന്നെ മക്കൾക്ക് ഉറപ്പാണ് ഇന്ത്യയിൽ A+ കിട്ടും. പിന്നെ നിങ്ങൾക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ഡയറി, ലെറ്റർ, അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ എല്ലാ ചാപ്റ്ററിന്റെയും പരീക്ഷ എടുക്കുമ്പോഴേക്കും തരുന്നതായിരിക്കും. ഒക്കെ കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്ത് പഠിക്കുക. പിന്നെ ഇംഗ്ലീഷും സോഷ്യലും ഒക്കെ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നയി ബസാഹട്ടോം കെ കാരൺ. ബസാഹട്ട് എന്ന് പറഞ്ഞാൽ വാസസ്ഥലം അല്ലെങ്കിൽ ഫ്ലാറ്റ്, കെട്ടിടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾക്ക് നമ്മൾ ബസാഹട്ട് എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം, നമ്മൾ താമസിക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ, നമ്മുടെ വീടുകളായിക്കോട്ടെ, കെട്ടിടങ്ങളായിക്കോട്ടെ, ഫ്ലാറ്റുകളായിക്കോട്ടെ, അതൊക്കെ ബസാഹട്ടാണ്. അപ്പൊ ബസാഹട്ടോം എന്ന് പറഞ്ഞാൽ വാസസ്ഥലങ്ങൾ, പ്ലൂറലാണ് അല്ലെ. നെയ് നയ എന്നൊക്കെ പറഞ്ഞാൽ പുതിയ നിലയുടെ അർത്ഥം. അപ്പൊ നെയ് ബസാഹട്ടോം കെ കാരൺ എന്ന് പറഞ്ഞാൽ പുതിയ കെട്ടിടങ്ങൾ കാരണം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ നിർമ്മിക്കുന്നത് കാരണം, അല്ലെങ്കിൽ പുതിയ പുതിയ വാസസ്ഥലങ്ങളൊക്കെ നിർമ്മിക്കുന്നത് കാരണം ഹർ സാൽ, ഓരോ വർഷവും, സാൽ എന്ന് പറഞ്ഞാൽ വർഷം അല്ലെ, ഓരോ വർഷവും ഷഹർ കി ഷക്ല് അല്ലെ. ഷഹർ എന്ന് പറഞ്ഞാൽ പട്ടണം എന്നാണ് അർത്ഥം. നമ്മുടെ ടൗണടാ. ഷക്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം, ഷേപ്പ് എന്നൊക്കെയാണ് അർത്ഥം. ഷഹർ കി ഷക്ൽ എന്ന് പറഞ്ഞാൽ പട്ടണത്തിന്റെ രൂപം. ബദൽ ജാത്തി, മാറിക്കൊണ്ടേ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതായത് നമുക്കറിയാം, നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലാവില്ല ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ നാട്. അപ്പോഴേക്കും കുറെ പുതിയ വീടുകൾ വന്നിട്ടുണ്ടാവും, ഫ്ലാറ്റുകൾ വന്നിട്ടുണ്ടാവും, അങ്ങനെ കെട്ടിടങ്ങളൊക്കെ വന്ന് ആകപ്പാടെ ടൗണുകൾ പെട്ടെന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമുക്കിത് പറഞ്ഞു തരുന്ന എന്തിനാന്ന് വെച്ചാല്, നമ്മുടെ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ടൗണുകളിൽ ഇങ്ങനെ പുതിയ പുതിയ കെട്ടിടങ്ങൾ വരുന്നു, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊരു ഹിൻസ് തരാനാണ് നമുക്ക് ഇങ്ങനെ തന്നെ തുടങ്ങിയത്. അതായത് ഓരോ വർഷവും പുതിയ പുതിയ വാസസ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാരണം പട്ടണത്തിന്റെ രൂപങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണെന്നാണ് പറയുന്നത്. ദെൻ നിർമ്മാണാധീൻ ഇമാരത്തോമേൻ. നിർമ്മാണാധീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാണത്തിലിരിക്കുന്ന, പണി നടന്നുകൊണ്ടിരിക്കുന്ന എന്നർത്ഥം. ഇമാരത്ത് എന്ന് പറഞ്ഞാൽ കെട്ടിടം, ഇമാരത്തോ എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ അല്ലെ. അപ്പൊ നിർമ്മാണാധീൻ ഇമാരത്തോമേം എന്ന് പറഞ്ഞാൽ പണി നടക്കുന്ന കെട്ടിടങ്ങളിൽ അല്ലെങ്കിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളിൽ കാം കർണേ വാലെ മസ്ദൂരോം കാ. മസ്ദൂർ എന്ന് പറഞ്ഞാൽ തൊഴിലാളി എന്നാണ് അർത്ഥം. മസ്ദൂരോം എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ. കാം കർണേ വാല പറഞ്ഞാൽ ജോലി ചെയ്യുന്നവർ. കാം എന്ന് പറഞ്ഞാൽ ജോലി അല്ലടാ. അപ്പൊ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അല്ലെ. അപ്പൊ കാം കർണേ വാലെ മസ്ദൂരോം കാ, ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഗാവ്. ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ് അർത്ഥം. അപ്പോ ഈ ഒരു നിർമ്മാണത്തിലിരിക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ ഇങ്ങനെ ടൗണിൽ നിർമ്മാണത്തിലിരിക്കുന്നുണ്ട്, വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ. ആ ബിൽഡിങ്ങുകളിലൊക്കെ ജോലി ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളികളുടെ ഗ്രാമം ഇത്തിനി ദൂർത്ത, കുറെ ദൂരെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ, വേ റോസ്, അവർക്ക് എല്ലാ ദിവസവും, റോസ് എന്ന് പറഞ്ഞാൽ ഡെയിലി അല്ലെ, ദിവസവും വഹാം ലൗട്ട് നഹി സക്തേ. ലൗട്ട്ന എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം വഹാം ലൗട്ട് നഹി സക്തി എന്ന് പറഞ്ഞാൽ മടങ്ങാൻ കഴിയുമായിരുന്നില്ല. അപ്പം കുറെ ദൂരെ നിന്നാണ് ഈ പണിക്കാർ. ഇപ്പൊ എന്താ പറയാ, നമ്മുടെ നാട്ടിലേക്കൊക്കെ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും നോർത്ത് ഇന്ത്യ എന്നൊക്കെ ഒരുപാട് പണിക്കാർ വന്ന് ജോലി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവരൊക്കെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന ഈ തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്ന് കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളും പല ജോലികളും ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈ ജോലി കഴിഞ്ഞ് ഡെയിലി വീട്ടിൽ പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ദൂരദേശത്ത് നിന്ന് വന്നിട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളുടെ ഗ്രാമങ്ങളൊക്കെ കുറെ അല്ലെങ്കിൽ വീടുകളൊക്കെ കുറെ ദൂരെ ആയതുകൊണ്ട് അവരെന്ത് ചെയ്യും, എയ്സെ മസ്തൂർ, ഇത്തരത്തിലുള്ള തൊഴിലാളികൾ നിർമ്മാണാധീൻ ഇമാരത്തോം കെ ആസ്പാസ് ഹി, അതായത് ഈ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളുടെ ആസ്പാസ്, ആസ്പാസ് എന്ന് പറഞ്ഞാൽ പരിസരത്ത്, അടുത്ത്,
കിസി കോനേമേൻ ഏതെങ്കിലുമൊക്കെ ഒരു കോണിൽ ഒരു മൂലക്കായിട്ട് അപ്പിനി ഗഡരിയാം രഘുക്കർ. ഗഡരിയാം എന്ന് പറഞ്ഞാൽ ഭാണ്ഡങ്ങൾ, അതായത് അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ. അവരിങ്ങനെ വലിയ സ്യൂട്ട് കേസ് ആയിട്ടല്ലേ വരിക, കുറെ ചാക്കിലൊക്കെ സാധനങ്ങളൊക്കെ കെട്ടി അവരുടെ പെട്ടിമാണ്ടങ്ങളൊക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്യും, വരികയാണ് ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള അവരുടെ ഭാണ്ഡങ്ങൾ, അവരുടെ സാധനങ്ങൾ രഘുക്കർ. കർ എന്ന് പറഞ്ഞാൽ കൊണ്ട് അല്ലെ, രഘ്ന എന്ന് പറഞ്ഞാൽ വെക്കുക, അപ്പൊ രഘുക്കർ എന്ന് പറഞ്ഞാൽ വെച്ചുകൊണ്ട്. അപ്പൊ അവരവരുടെ സാധനങ്ങളൊക്കെ ആ കെട്ടിടത്തിന്റെ ഏതെങ്കിലുമൊക്കെ മൂലയിലോ അല്ലെങ്കിൽ കെട്ടിടത്തിന് പുറത്തായിട്ട് ഏതെങ്കിലും മൂലയിലൊക്കെ വെച്ചിട്ട് ചുൽഹ സുലഗ്കർ. സുലഗ്ന എന്ന് പറഞ്ഞാൽ കത്തിക്കുക എന്നാണ് അർത്ഥം. സുലഗ്കർ എന്ന് പറഞ്ഞാൽ കത്തിച്ചുകൊണ്ട്. ചുൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്നാണ് അർത്ഥം. അപ്പൊ അടുപ്പ് കത്തിച്ചുകൊണ്ട്, അതായത് ഭക്ഷണം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അടുപ്പ് കത്തിച്ചുകൊണ്ട്. ഭോജൻ ബനാത്തെ ഭക്ഷണം ഉണ്ടാക്കും. ഭോജൻ എന്ന് പറഞ്ഞാൽ ഖാന അല്ലെ, ഭക്ഷണം. ഭക്ഷണം ഉണ്ടാക്കും. എന്നിട്ടോ ഖാത്തെ ഓർ രാത്ത് ഗുജർത്തെ രഹത്തെ, എന്നിട്ട് ആ ഭക്ഷണം ഖാത്തെ അല്ലെ ഭക്ഷണം കഴിക്കും. എന്നിട്ട് രാത്ത് ഗുജർത്തെ രഹത്തെ, രാത്രി അങ്ങോട്ട് കഴിച്ചു കൂട്ടും. ഗുജർന എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കാന്നാണ്, ഇവിടെ ഉദ്ദേശിച്ചത് കഴിച്ചു കൂട്ടുക അല്ലെ. അപ്പോൾ ഒരു വിധത്തിലൊക്കെയാണ് നിർമ്മാണത്തിലിരിക്കുന്ന തൊഴിലാളികൾ അവരുടെ ജീവിതം തള്ളി നീക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ നിർമ്മാണത്തിലിരിക്കുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിർമ്മാണത്തിലിരിക്കുന്ന ബിൽഡിങ്ങിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഒരവസ്ഥയാണ് നമുക്ക് ഈ ഫസ്റ്റ് പാരഗ്രാഫിലൂടെ നമ്മുടെ എഴുത്തുകാരൻ പറഞ്ഞത്. എല്ലായിടത്തും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് വരുന്ന തൊഴിലാളികളൊക്കെ കുറെ ദൂരെ നിന്ന് വരുന്നതുകൊണ്ട് അവർക്ക് ഡെയിലി വീട്ടിലൊന്നും പോകാൻ കഴിയില്ല. അതുകൊണ്ട് അവര് ഈ പണി നടക്കുന്ന കെട്ടിടങ്ങളുടെ ഒക്കെ പരിസരത്തായിട്ട് ഏതെങ്കിലുമൊക്കെ മൂലയിൽ അവരുടെ സാധനങ്ങൾ കൂട്ടി വെച്ച് അവിടെ അടുപ്പ് കൂട്ടിങ്ങാണ്ട് ഭക്ഷണം ഉണ്ടാക്കിങ്ങാണ്ട് കഴിച്ച് അവിടെ എവിടെങ്കിലൊക്കെ ചുരുണ്ട് കൂടിയാണ് ഇവര് ചെയ്യുന്നതെന്നാ പറഞ്ഞത്. പാവങ്ങളാണ് അല്ലെ. അങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്, നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. സോ നോക്കേ, ഇനി മസ്തൂർ പെഹരാദോരോമേം. ഈ പഹരേദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കാവൽക്കാർ എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ നിങ്ങൾ കുടുംബങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. അപ്പോ ഇനിയും ഈ തൊഴിലാളി കുടുംബങ്ങളിൽ, മസ്ദൂർ എന്ന് പറഞ്ഞാൽ തൊഴിലാളിയാണല്ലോ, തൊഴിലാളി കുടുംബങ്ങളിൽ ഏക്ക് പരിവാർ, പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം അല്ലെ, ഒരു കുടുംബം കേശവ് കാബീത്ത ആരുടേതായിരുന്നു, കേശവിൻ്റെതായിരുന്നു. അപ്പൊ കേശവിന്റെ ഒരു ഹിൻസ്, കേശവിന്റെ ഫാമിലിയെ കുറിച്ച് ഒരു സൂചന നൽകാനാണ് ഫസ്റ്റ് നമുക്കൊരു പാരഗ്രാഫ് തന്നത്. അപ്പൊ പാവപ്പെട്ട അതിഥി തൊഴിലാളികളൊക്കെ ഇങ്ങനെയാണ് താമസിക്കാറുള്ളത്. അവരുടെ കൂട്ടത്തിൽ ഒരുപാട് തൊഴിലാളികൾ ഇങ്ങനെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. അപ്പൊ ആ കെട്ടിട നിർമ്മാണ തൊഴിലാളികളിൽ ഒരു കുടുംബം കേശവിൻ്റെതായിരുന്നു. അപ്പൊ കേശവിന്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ നിർമ്മാണ തൊഴിലാളികളാണ് അല്ലെ. ദെൻ കേശവ് ആട്ട് സാൽക്ക, നമ്മുടെ കേശവിനെ കുറിച്ചാണ് പറയുന്നത്. കേശവിന് എത്ര പ്രായമുണ്ട് പറഞ്ഞേ, 8 വയസ്സാണ്. ചോട്ടാസ വളരെ ചെറിയ പയ്യനാണ്. 8 വയസ്സ് എന്ന് പറഞ്ഞാൽ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായം അല്ലെ, ചെറിയ പയ്യനാണ്. പിന്നെ നാട്ടാസ മെലിഞ്ഞിട്ടുള്ള 10ല അല്ലെ, മെലിഞ്ഞ കുട്ടിയാണ്. ദെൻ സാവലാസ കറുത്ത നിറമുള്ള ഇരുണ്ട നിറമുള്ള അല്ലെങ്കിൽ ഡാർക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ള ഒരു ലടുക്കാത്ത കുട്ടിയാണെന്ന് പറഞ്ഞത്. അപ്പൊ കേശവിന്റെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദെൻ ഉസ്കെ മാതാപിത, അവന്റെ അച്ഛനും അമ്മയും ബമേദര ജില്ലയ്ക്ക്, ബമേദര എന്ന് പറഞ്ഞാൽ നമ്മുടെ എഴുത്തുകാരൻ ഛത്തീസ്ഗഡുകാരനാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അയാൾ ഛത്തീസ്ഗഡിലുള്ള ഒരു സ്ഥലത്തിന്റെ പേര് അവിടെ നിങ്ങൾക്ക് കൊടുത്തത്. ഛത്തീസ്ഗഡിലുള്ള ഒരു ജില്ലയുടെ പേരാണ് ബമേദര. ആ ബമേദര എന്ന് പറഞ്ഞ ജില്ലയിലെ കിസി ഗാവുസെ, ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന്, ഗ്രാമത്തിന് പേരൊന്നും കൊടുത്തിട്ടില്ല, ഏതോ ഒരു ഗ്രാമത്തിൽ നിന്നാണ് യഹാം പഹുഞ്ചേത്തെ, പഹുഞ്ചിനാറിന് എത്തിച്ചേരുക. അപ്പോൾ ഈ ഒരു പണി നടക്കുന്ന ഈ ഒരു നഗരത്തിലേക്ക് അവന്റെ അച്ഛനും അമ്മയും, കേശവിന്റെ അച്ഛനും അമ്മയും എത്തിയത് ഏതോ ഒരു നഗരത്തിൽ നിന്നാണ്, അല്ല സോറി, ഏതോ ഒരു ഗ്രാമത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ ഫെബ്രുവരി മാഹക്കെ അന്ത്മേ, ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി, മാഹ് എന്ന് പറഞ്ഞാൽ മാസം. അപ്പൊ ഫെബ്രുവരി മാസത്തിന്റെ അന്ത്മേ അവസാനത്തിൽ ജബ് ഗർമി അപ്പനെ പാവ് പസാറിനെ ലഗീത്തി, ഗർമി എന്ന് പറഞ്ഞാൽ ചൂട് അല്ലെ, ചൂട് വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ, പസാർന എന്നൊക്കെ പറഞ്ഞാൽ വ്യാപിക്കാൻ എന്നാണ്. അപ്പൊ ചൂട് ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ തീസരി കക്ഷാക്കി അപ്പിനി വാർഷിക പരീക്ഷ ദേ ചുക്കനേക്കെ ബാദ്, ദേ ചുക്കന എന്ന് പറഞ്ഞാൽ അവസാനിക്കുക, ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം. അപ്പം 3ാം ക്ലാസ്സിലെ, തീസരി കക്ഷ 3ാം ക്ലാസ്സിലെ, 3ാം ക്ലാസ്സിലെ തന്റെ വാർഷിക പരീക്ഷ ദേ ചുക്കനേക്കെ ബാദ് കഴിഞ്ഞതിന് ശേഷം കേശവ് അപ്നെ ദാദാജി സെ മാതാപിതാ കെ പാസ് ഷഹർ ജാനെ കി സിദ്ദ് കർ ബൈഠ, നമ്മുടെ കേശവ് എന്ത് ചെയ്തു, തന്റെ അച്ഛന്റെയും അമ്മന്റെയും പാസ് അടുത്തേക്ക് ഷഹർ ജാനേക്ക് പട്ടണത്തിലേക്ക് പോവാൻ, അവര് പട്ടണത്തിലാണല്ലോ ജോലി ചെയ്യുന്നത്, ആ പട്ടണത്തിലേക്ക് പോവാന് തന്റെ മുത്തശ്ശനോട്, ദാദാജി പറഞ്ഞ മുത്തശ്ശൻ, മുത്തശ്ശനോട് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്, സിദ്ദ് കർ ബൈഠ എന്നാ പറഞ്ഞത്, വാശി പിടിച്ചിരുന്നു. സിദ്ദ് കർ എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുക അല്ലെ, സിദ്ദ് കർ ബൈഠ പറഞ്ഞാൽ വാശി പിടിച്ചിരുന്നു. അതായത്
3ാം ക്ലാസ്സിലെ പരീക്ഷ പാസ്സായി. ആ പരീക്ഷ പാസ്സായല്ല, പരീക്ഷ കഴിഞ്ഞു. അപ്പൊ വെക്കേഷനാണ്. വെക്കേഷൻ ആയപ്പോൾ കേശവ് മുത്തശ്ശന്റെ കൂടെയാണ് നാട്ടിൽ കഴിയുന്നത്. അപ്പൊ കേശവൻ എങ്ങനെയെങ്കിലും അച്ഛന്റെ അമ്മേന്റെ അടുത്താണ്, അവർ ടൗണിലാണല്ലോ, അപ്പൊ അവിടെ എന്തോ സംഭവം ഉണ്ടെന്നാണ് നമ്മുടെ കേശവ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ വെക്കേഷൻ അച്ഛന്റെ അമ്മേന്റെ ഒക്കെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പോണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ എങ്ങനെ ഇടങ്ങേറാക്കാൻ തുടങ്ങുകയാണ് അല്ലെ, എനിക്ക് എന്തായാലും പോണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മുത്തശ്ശൻ എന്താ ചെയ്യാൻ നമുക്ക് നോക്കാട്ടോ. നോക്കേ, ബുട്ടാപ്പേമയും, മുത്തശ്ശൻ വളരെ പ്രായമുള്ള ആളാണ്, വയസ്സനായിട്ടുണ്ട്. അപ്പൊ ബുട്ടാപ്പ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം അല്ലെ, വാർദ്ധക്യത്താൽ ബച്ചാകുച്ച, ബച്ചാകുച്ച പറഞ്ഞാൽ ബാക്കിയാവുക, അവശേഷിക്കുക എന്നൊക്കെ പറയും. ഇവിടെ ക്ഷീണിച്ചാന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ വാർദ്ധക്യത്താൽ ക്ഷീണിച്ച ദിമാഗ്, ആ മനസ്സ്. അപ്പൊ നമ്മുടെ മുത്തശ്ശൻ ആകെ ടയേർഡാണ്, വയസ്സായി, മനസ്സൊക്കെ മരവിച്ച് ക്ഷീണിച്ച് കിടക്കുകയാണ്. മനസ്സ്, ദിമാഗ് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, തലച്ചോറ് പറയും. ഇവിടെ മനസ്സിന് ഉദ്ദേശിച്ചാൽ മതി. അത് നമുക്കറിയാം, പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നമുക്ക് ഈ ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇടങ്ങേറായിട്ട് നിൽക്കാനൊന്നും പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ പേരക്കുട്ടികളൊക്കെ ഇടങ്ങേറാക്കുന്ന സമയത്ത് ഈ പ്രായമായ മുത്തശ്ശനും മുത്തശ്ശിക്ക് എന്ത് ചെയ്യും, അവർ അനുവദിച്ചു കൊടുക്കും പല കാര്യങ്ങളും അല്ലെ. അപ്പൊ ഈ ചെക്കനാണെങ്കിലും മുത്തശ്ശനെ വല്ലാണ്ട് ഇടങ്ങേറാക്കാൻ തുടങ്ങി. അതാണ് ഇവിടെ പറഞ്ഞേ, വാർദ്ധക്യത്താൽ ക്ഷീണിച്ച ആ മനസ്സ് എന്ത് ചെയ്തു, ജബ് പോത്തേനെ, പോത്തേന്ന് പറഞ്ഞാൽ പോത്തല്ല, നമ്മുടെ മരുമകൻ പേരക്കുട്ടിയിലെ, അതായത് ഈ കേശവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ തന്റെ പേരക്കുട്ടി കുത്തർണ ശുരൂക്കിയാത്തോ, കുത്തർണ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, തകർക്കുക എന്നൊക്കെ പറയും. ഓക്കെ, ഇവിടെ ദിമാഗ് കുത്തർണ എന്ന് പറഞ്ഞാൽ മൈൻഡിനെ ഇടങ്ങേറാക്കുക. അതായത് ഇടക്കിടക്ക് വാശി പിടിച്ചിട്ട് എനിക്ക് പോണം എന്നെ കൊണ്ടേ ആക്കി തരി എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ അങ്ങനെ ഇടങ്ങേറാക്കിയപ്പോ ഈ മനുഷ്യനാണ് പ്രായമായി ആകെപ്പാടെ തളർന്നു കിടക്കുകയാണ് അല്ലെ, ആക്കടോ വയ്യാണ്ട് കിടക്കുകയാണ്. അപ്പൊ ആ മനുഷ്യൻ ആകെ ഇടങ്ങേറായപ്പോ മനുഷ്യൻ എന്ത് ചെയ്തു, ഹതാശ്, നിരാശയോടെ. അത് നിരാശയോടെ എന്ന് പറയാൻ കാരണം അറിയാം മക്കളെ, ഈ നമുക്കറിയാം ഈ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെയൊക്കെയുള്ള പ്രായ ആൾക്കാർക്ക് പേരക്കുട്ടികൾ കൂടുതൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം മുത്തശ്ശന് വലിയ താല്പര്യമൊന്നുമില്ല നമ്മുടെ കേശവിനെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ. പക്ഷെ ഈ ചങ്ങായി എട്ടങ്ങേറാക്കിയിട്ട് അവസാനം നിരാശയോട് കൂടിയിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യാണ്, ഉസ്കെ ദാദാജി, അവന്റെ മുത്തശ്ശൻ ഉസേ, അവനെ ബസ്മേം ബിട്ടാക്കർ, ബസ്സിൽ ഇരുത്തിക്കൊണ്ട്, ബിഠാന പറഞ്ഞാൽ ഇരുത്തല്ലേ, ബിട്ടാക്കർ എന്ന് പറഞ്ഞാൽ ഇരുത്തിക്കൊണ്ട്, യഹാം ഉസ്കെ മാതാപിതാക്കെ പാസ് ലാച്ചോട, ഇവിടെ അവന്റെ അച്ഛന്റെയും അമ്മന്റെയും അടുത്ത് കൊണ്ടുവന്ന് വിട്ടു. ചോട എന്ന് പറഞ്ഞാൽ വിട്ടു, ലാന പറഞ്ഞാൽ കൊണ്ടുവരിക അല്ലെ. അപ്പൊ ലാച്ചോട പറഞ്ഞാൽ കൊണ്ടുവന്ന് വിട്ടു. അടുത്ത പാരഗ്രാഫ് നോക്കണം മോനെ. യഹാം ആക്കർ, ഇവിടെ വന്നിട്ട്, ഇവിടെ എന്ന് ഉദ്ദേശിച്ചത് അച്ഛന്റെ അമ്മേന്റെ അടുത്ത് ആ ടൗണിൽ വന്നതിന് ശേഷം കേശവ് ദിൻ ബർ കേലിയെ, പകല് മുഴുവൻ, ദിൻ ബർ എന്ന, ദിൻ എന്ന പകൽ അല്ലെ. അപ്പൊ പകല് മുഴുവൻ എന്ത് ചെയ്തു, പരിവാർക്കെ അസ്ഥായി ടേരേമേ, ടേർ എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം കേട്ടോ. അസ്ഥായി എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലാത്ത. അപ്പൊ തന്റെ കുടുംബത്തിന്റെ ഉറപ്പില്ലാത്ത വീട്ടിൽ. അതെന്താ അങ്ങനെ പറഞ്ഞത്, നമുക്കറിയാം താൽക്കാലികമായിട്ടുണ്ടാക്കി എന്തെങ്കിലും ഷെഡിലൊക്കെ ആവും ഈ കുടുംബങ്ങൾ കഴിയുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഉറപ്പില്ലാത്ത ഇടിഞ്ഞു പൊളിയാറായിട്ടുള്ള ആ ഒരു ഷെഡില് അക്കേലെ, ഒറ്റക്ക് പടേ രഹിനേക്ക മജ്ബൂർ ത, മജ്ബൂർ എന്ന് പറഞ്ഞാൽ നിർബന്ധിതനാവുക, അക്കേലെ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക്. അപ്പൊ ഒറ്റക്ക് ആ ഒരു വീട്ടിൽ കഴിഞ്ഞുകൂടാൻ ആര് നിർബന്ധിതനാവാണ്, കേശവ് നിർബന്ധിതനാവാണ്. കാരണം നമുക്കറിയാം പകൽ സമയത്ത് അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകും. അപ്പോ കേശവ് ഇപ്പൊ വന്നു പെട്ടു എന്നുള്ളൊരു അവസ്ഥയാണ് അല്ലെ. പകൽ സമയത്ത് മൊത്തം ആ ഒരു വീട്ടിൽ അവിടെ ഇങ്ങനെ ഒറ്റക്ക് കുത്തിരിക്കണം, വേറെ കൂട്ടുകാരൊന്നും ഇല്ലല്ലേ, പുതിയൊരു സ്ഥലം കൂടിയാണ് അല്ലെ. ദെൻ ആക്കിർ, അവസാനം. അപ്പൊ കുറച്ച് ദിവസം ഇങ്ങനെ കിടന്നു അവിടെ തന്നെ, വീട്ടിൽ തന്നെ പകലിങ്ങനെ കഴിച്ചു കൂട്ടി, രാത്രി അച്ഛനമ്മയൊക്കെ വരും. അപ്പോഴാണ് അവനൊരു പേടിയൊക്കെ മാറുക. അങ്ങനെ അവസാനം കുറച്ച് ദിവസങ്ങൾ അകുലാത്തെ പടേ രഹനേക്കെ ബാധെ, അകുലാത്തെ എന്ന് പറഞ്ഞാല് പേടിച്ചുകൊണ്ട് അല്ലെ, ഗബരാക്കർ, അങ്ങനെ ഭയന്നുകൊണ്ട്, ഒറ്റക്ക് വേറെ ആരും ഇല്ലല്ലോ, ഒറ്റക്ക് ഇങ്ങനെ പേടിയോടെ നിന്നതിന് ശേഷം കേശവ് ഉസ് ടേരേസെ, കേശവ് ആ ഒരു വീട്ടിൽ നിന്ന് ബാഹർ നിക്കല, പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ അങ്ങനെ നിന്നു, പിന്നെ പേടിയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങി വരാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കേശവ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആസ്പാസ് കി ദൂസരി കോളനിയോം കെ ഉസ്നെ ചക്കർ ലഗായെ, ചക്കർ ലഗാന എന്നൊക്കെ പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക എന്നൊക്കെ പറയും, ചുമ്മാ ഗുംന അല്ലെ, ചുറ്റിക്കറങ്ങുക എന്നൊക്കെ പറയും. അങ്ങനെ പരിസരത്തുള്ള ദൂസരെ കോളനിയോ, മറ്റ് കോളനികൾ, ഈ കോളനി എന്ന് ഉദ്ദേശിച്ച കുറെ ആളുകൾ കൂട്ടം കൂടി താമസിക്കുന്ന സ്ഥലം കേട്ടോ. അവിടെ തൊഴിലാളികൾ ഇങ്ങനെ കോളനികളായിട്ട് ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ടാണ് താമസിക്കുന്നത്. അപ്പൊ ഇവരുടെ ഈ കോളനി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തൊക്കെ ഓരോരോ കൂട്ടം തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ആ കോളനികളുടെ ഭാഗത്തൊക്കെ ചെങ്ങായി എന്ത് ചെയ്തു, ഇങ്ങനെ ചുമ്മാ ചുറ്റിക്കറങ്ങി, ആരെങ്കിലൊക്കെ കമ്പനിക്കാരെ കിട്ടുമെന്ന് അറിയാനാണ് അല്ലെ. ഫിർ, എന്നിട്ട് ഏക്ക് കോളനിക്കെ പാസ്, അവിടെ ഒരു കോളനിയുടെ അടുത്ത് ലഡുക്കോം കോ ക്രിക്കറ്റ് ഗേൽന ദേക്കർ,
കുട്ടികൾ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടുകൊണ്ട്, നമ്മൾ ഫസ്റ്റ് ചിത്രത്തിൽ കണ്ടില്ലടാ, അപ്പൊ അങ്ങനെ കുട്ടികൾ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടപ്പോൾ ടഹർഗയ, അവിടെ അവൻ തങ്ങി നിന്നു, അവിടെ സ്റ്റക്കായി. ഓക്കെ, അപ്പൊ ഇവന് ക്രിക്കറ്റ് കളിയൊക്കെ കാണാൻ ഇഷ്ടമുള്ള കുട്ടിയായിരിക്കും, അതുകൊണ്ട് അവൻ അവിടെ അങ്ങനെ നിന്നു. ദെൻ വഹ് ദൂർ ഏക് നീം കെ പേട് കെ നീച്ചെ ഛായാമേം ബൈഠ് ഗയ എന്നാ പറഞ്ഞത്. അവൻ ദൂരെ ഒരു നീം കെ പേട് എന്ന് പറഞ്ഞ വേപ്പുമരം, ഒരു വേപ്പുമരത്തിന്റെ ഛായ എന്നാ പറഞ്ഞ. ഛായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണല്. അപ്പൊ വേപ്പുമരത്തിന്റെ താഴെ അതിന്റെ തണലിൽ എന്ത് ചെയ്തു? ബൈഠ് ഗയ, പോയിരുന്നു. ഓക്കെ, കളി കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിന്റെ തണലിൽ പോയിരുന്നു. ബാക്കിയിലെടുക്കെ, ബാക്കിയുള്ള കുട്ടികൾ, അതായത് ആ മരത്തിന്റെ തണലിലും കുറച്ച് കുട്ടികളുണ്ട്, ബാക്കിയുള്ള കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാവരും ആ കളിയിൽ പങ്കെടുക്കുന്ന കുട്ടികളാ. അവരെന്താ ചെയ്തത്? നിശ്ചിന്ത് ഹോക്കർ, നിശ്ചിന്ത് പറഞ്ഞ ചിന്തയില്ലാതെ, ശ്രദ്ധിക്കാതെ. അപ്പൊ നമ്മുടെ ആരെ, ഇവനെ ശ്രദ്ധിക്കാതെ, കേശവിനെ ശ്രദ്ധിക്കാതെ ക്രിക്കറ്റ് ഖേൽത്തെ രഹേ, ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു കുട്ടി വന്നുകാണ്ട് ഞങ്ങളുടെ കളി കാണുന്നൊന്നും അവന്മാർ മൈൻഡ് ചെയ്തില്ല, അവന്മാർ അങ്ങനെ കളി തുടർന്നു. കേശവ് അബ് റോസ് ദിൻ, കേശവാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് റോസ് ദിൻ, എല്ലാ ദിവസവും പകല് ലഡ്കോം ദിൻ എന്ന് പറഞ്ഞാൽ പകലാണ് കേട്ടോ, റോസ് എന്ന് പറഞ്ഞാൽ ദിവസവും, ദിവസവും പകലിന് എന്ത് ചെയ്തു? ലഡ്കോം കാ ഗേൽ ദേക്കിനെ, ഈ കുട്ടികളുടെ കളി കാണാനായിട്ട് ഉദർ ആനെ ലഗ, അവിടേക്ക് വരാൻ തുടങ്ങി. നീം കെ നീച്ചെ, ആ ഒരു വേപ്പുമരത്തിന്റെ താഴെ ബൈട്ടെ, ഇരുന്നു കൊണ്ട് അപ്ന ഗേൽ ദേക്ക് രഹേ, തങ്ങളുടെ കളി കണ്ടുകൊണ്ടിരിക്കുന്ന കേശവുക്കോ, കേശവിനെ ലഡ്കോംനെ കുച്ച് ദിനോം അപ്നെ ഗേൽമേം തോ ഷാമിൽ നഹി കിയ, ആ കുട്ടികൾ, ആ കളിക്കുന്ന കുട്ടികള് അവരുടെ കളിയിൽ കുറച്ച് ദിവസത്തേക്ക് ഷാമിൽ നഹിക്കുക എന്നാണ്. ഷാമിൽ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തുക. ഇവർ ആ കളിക്കൊന്നും കൂട്ടിയില്ല, ഇവർ മൈൻഡ് ചെയ്തില്ല. എന്ന് ഈ കുട്ടി ഇങ്ങനെ വരും, കളി നോക്കിക്കും, പക്ഷെ ആ കുട്ടികൾ ആരും തന്നെ നമ്മുടെ ആരുടെ, ഈ കേശവിനെ ആ കളിയിൽ കൂട്ടിയില്ല. ദെൻ മഗർ, എന്നാൽ ഉസേ, അവർ ഈ നമ്മുടെ കേശവിനെ അപ്പിനി ഹസി മസാക്ക് ക, ഹസി മസാക്ക് എന്ന് പറഞ്ഞാൽ, ഹസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാന്ന് അർത്ഥം, മസാക്ക് എന്ന് പറഞ്ഞാൽ തമാശ, ഹസി മസാക്ക് എന്ന് പറഞ്ഞാൽ ചിരി തമാശ അല്ലെങ്കിൽ കളി തമാശ. അപ്പൊ അവനെ തങ്ങളുടെ കളി തമാശയുടെ വിഷയ് സറൂർ ബനാലിയാത്ത, ഒരു വിഷയമായിട്ട്, കളി തമാശക്കുള്ള ഒരു മാർഗമായിട്ട് ഈ ചെങ്ങൈമാരെന്ത് ചെയ്തു? സറൂർ ബനാലിയാത്ത, തീർച്ചയായിട്ടും അവരെ മാറ്റിയെന്ന്. അപ്പൊ നമുക്കറിയാം, നമ്മൾ കുറെ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ദുർബലരായിട്ടുള്ള അല്ലെങ്കിൽ പാവത്താന്മാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കളിയാക്കുക, അവനെ നോക്കി വിടുക എന്നൊക്കെ ഉള്ളത് ചില ആളുകളുടെ ഒരു വിനോദമാണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ ഈ ഒരു പാവത്താനാണ് കേശവ് എന്ന് മനസ്സിലായപ്പോൾ കൂട്ടത്തിൽ ഈ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ചില ചേട്ടന്മാര് ഇവനെ വന്ന് മേടാനും ഇവനെ കളിയാക്കാനൊക്കെ തുടങ്ങി. അവർക്കൊരു നേരം പോക്കായിട്ട് മാറി. ഔട്ടായി വരുന്നവനും അവിടെ കളി കാണാൻ കാത്തിരിക്കുന്നവനും ഒക്കെ ഒരു വിനോദമായിട്ട് ആര് മാറുകയാണ്? നമ്മുടെ കേശവ് മാറുകയാണ്. പാവാണ് അല്ലെ. ഇതേ നോക്കേ, ഗെയിൽമേം ഔട്ട് ഹോക്കർ, കളിയിൽ ഔട്ട് ആയിക്കൊണ്ട് ആയെ വരുന്നവരും, ഓർ പഹലേസെ നീംകെ നീച്ചെ ആക്കർ ബൈറ്റിലെടുക്കെ, ആ നേരത്തെ തന്നെ ഔട്ടായിട്ടും അതേപോലെ ഇനി ബാറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരൊക്കെ ഈ വേപ്പുമരത്തിന്റെ ചോട്ടിലാണ് വന്നിരിക്കല്. അങ്ങനെയുള്ള നേരത്തെ ആ വേപ്പുമരത്തിന്റെ ചോട്ടിൽ വന്നിരിക്കുന്നവരും ബീച്ച് മേം, ഇടയ്ക്കിടെ ഉസ്കി ഗോപ്പടി പർ, ഗോപ്പടി എന്ന് പറഞ്ഞാൽ തലയോട്ടി എന്നാണ് അർത്ഥം. ഇവിടെ നിങ്ങൾ തല നിർത്താൻ മതി. അവന്റെ തലയിൽ എന്ത് ചെയ്യും? തബല ബജാത്തെ, തബല കൊട്ടി കളിക്കും. ഇങ്ങനെ തലക്ക് ഇങ്ങനെ തബല കൊട്ടിങ്ങാണ്ട് ഇങ്ങനെ രസിക്കും. ഇതൊക്കെയായിരുന്നു ഇവരുടെ പരിപാടി. കബി, ചിലപ്പോഴൊക്കെ മസാക്കുമേൻ, തമാശയിലാട്ടോ ചെയ്യുന്നത്. ദെനെന്താ സിർപ്പർ ഹാത്ത് ബി ജമാദേത്തെ, വെറുതെ തലയിൽ കൈവെക്കും അല്ലെങ്കിൽ തലക്ക് ഇങ്ങനെ അടിക്കൊക്കെ ചെയ്യും. ദെൻ തോബി, അപ്പോൾ കേശവ് മുസ്കുരാത്ത രഹത്ത, നമ്മുടെ കേശവ് പാവം അല്ലെ. കേശവ് എന്ത് ചെയ്യും? ഇവരെ നോക്കിയിട്ട് പുഞ്ചിരിക്കുക മാത്രമല്ല, അത് ചൂടാവുകയോ ദേഷ്യം പിടിക്കുക അവിടുന്ന് ഒന്നും ചെയ്യാ. മുസ്കുരാന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കല്ലേ. കേശവ് അതൊക്കെ കേട്ട് എന്തൊക്കെ ചെയ്താലും കേശവ് ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കും. കുച്ച് ബടയിലെടുക്കെ, ആ സമയത്ത് കൂട്ടത്തിൽ ചില മുതിർന്ന കുട്ടികള് സഹാനുഭൂതി ജതാത്തെ, അവരോട് എന്ത് ചെയ്യും? സഹാനുഭൂതിയോട് കൂടിയിട്ട് നമ്മുടെ കേശവിനോട് ഇങ്ങനെ പെരുമാറും. അതായത് ഈ ചെക്കന്മാർ ഇങ്ങനെ ഇവനെ കളിയാക്കുന്ന സമയത്ത് ചില ചേട്ടന്മാര് പറയും, അങ്ങനെ ഒന്നും ചെയ്യണ്ട പാവല്ലേ എന്ന് പറയൂലേ. ഗോപടിക്കെ പീച്ചെ, അവന്റെ തലയോട്ടിക്ക് പിറകെ മത്ത് പടോയാർ, അങ്ങനെ വെക്കലട, അങ്ങനെ അടിക്കലടാ എന്നൊക്കെ പറയും. മത്ത് എന്ന് പറഞ്ഞാൽ അരുത് ഇല്ലേ, അവൻ അടിക്കലടാ. ഞാനെന്താ ദുഃഖാഹോക, പാവം സങ്കടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചേട്ടന്മാർ അവനോട് സഹാനുഭൂതിയോട് കൂടിയിട്ട് പെരുമാറും അല്ലെ. അങ്ങനെ ദിവസങ്ങൾ കഴിയാണ്. കുച്ച് ദിനോമേം, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വഹ്, അവൻ എന്ന് പറഞ്ഞാൽ കേശവ് എന്ത് ചെയ്തു? ലഡ്കോം കെ, ആ കുട്ടികളുടെ ഗേൽക്കി, കളിയുടെ ജറൂരത് ബി ബൻ ഗയാത്ത, ഒരു അനിവാര്യ ഘടകമായിട്ട് മാറി. അതായത് ഈ കുട്ടികൾക്ക് കേശവില്ലാതെ പറ്റില്ല എന്നുള്ളൊരു ഘട്ടം വന്നു. അതെന്താ? കേശവിനെ കളിക്കാൻ കൂട്ടിയോ? കളിക്കാൻ കൂട്ടിയല്ല, ഈ കുട്ടികൾക്ക് വേറെ രീതിയിൽ കേശവ് ഉപകാരപ്പെടണേ. അതേതാ സംഭവം?
കിസി ലഡ്കേക്ക് സമയ പർ ന പഹുഞ്ചിനെ പർ, കളിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു കുട്ടി സമയത്തിന് ന പഹുഞ്ചിനെ പർ, എത്തിയിട്ടില്ലെങ്കിൽ, പഹുഞ്ചിന എത്തുക അല്ലെ, എത്തിയിട്ടില്ലെങ്കിൽ വേ, ഇവന്മാരെന്ത് ചെയ്യും, നമ്മുടെ ചേട്ടന്മാര് കേശവക്കോ, നമ്മുടെ കേശവിനെ ഉസ്കെ ഗർ ബുൽവാനെ ബേജിനയിലേക്ക്, അവനെ ഗർ ബുൽവാനെ വീട്ടിൽ പോയി വിളിച്ചു കൊണ്ടുവരാൻ, ബുൽവാന പറഞ്ഞാൽ വിളിച്ചു കൊണ്ടുവരാൻ അല്ലെ, വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ബേജിനയിലേക്ക് അയക്കാൻ തുടങ്ങും. ഓക്കെ, ബേജിന പറഞ്ഞാൽ അയക്കുക കേട്ടോ. അപ്പൊ ഏതെങ്കിലും കുട്ടി കളിക്കാൻ നേരം വൈകി കഴിഞ്ഞാൽ നേരെ പറയും കേശവനോട്, ഇടാ അവനെ പോയി കൂട്ടി വാന്ന് പറയും അല്ലെ. ദെൻ കേശവ് പാവം, കേശവിന് അറിയില്ലല്ലോ വീട്ടിൽ പോയാൽ അവന്റെ പേരൻസിനെ തെറി കേൾക്കുന്നൊന്നും. കേശവ് എന്താ ചെയ്യാ, കേശവ് ഉച്ചക്കർ, ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ ചാടുക, തുള്ളുക, എറിയുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഏന്തി വലിയ അങ്ങനെ ചാടുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉച്ചക്കർ എന്ന് പറയുന്നത്. നമ്മുടെ കേശവ് ഇങ്ങനെ ചാടിക്കൊണ്ട് അപ്പിനെ നൻഹെ ആത്തോംസെ, കേശവ് ചെറിയ പയ്യനല്ലേ, അപ്പൊ കേശവിന്റെ കുഞ്ഞി കൈകൾ, നൻഹെ ആത്ത് എന്ന് പറഞ്ഞാൽ കുഞ്ഞി കൈകൾ, തന്റെ കുഞ്ഞി കൈകൾ കൊണ്ട് ഉസ് ലഡ്കേക്ക്, ഏത് കുട്ടിയുടെ വീട്ടിലേക്കാണോ വിളിക്കാൻ പോകുന്നത് ആ കുട്ടിയുടെ വീട്ടിലെ ഊഞ്ചി കോളിംഗ് ബെൽ ബജാത്ത, അവിടെ കോൾ ബെൽ ഉണ്ട്, അതായത് നമ്മുടെ ബെല്ലുണ്ടാവില്ലടാ വീടിന്റെ, ആളുകൾ അകത്തുള്ള ആളുകളെ വിളിക്കാൻ, ആ കോളിംഗ് ബെല്ലിൽ എന്ത് ചെയ്യും, ബജാത്തെ അടിക്കും. അപ്പൊ കോളിംഗ് ബെല്ല് കുറച്ച് ഹൈറ്റിൽ, അതുകൊണ്ട് ഊഞ്ചിയിലെ ഹൈറ്റിലായതുകൊണ്ട് അത് എത്താത്തതുകൊണ്ടാണ് ഈ ചങ്ങായി തന്നെ ചാടി ചാടി ഇങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുന്നത്. ദെൻ ലഡ്ക ഖുദ് പ്രകട് ഹുവാത്തോ ടീക്ക്, അപ്പൊ ആ കോളിംഗ് ബെല്ലടി കേട്ട് കഴിഞ്ഞാൽ ഉള്ളിന്ന് ആ കുട്ടി, ഏത് കുട്ടിയെ അന്വേഷിച്ചിട്ടാണോ നമ്മുടെ ചെക്കൻ വന്ന് കേശവ് വന്നത് ആ കുട്ടി തന്നെയാണ് പുറത്തേക്ക് വരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, കാര്യങ്ങൾ ടീക്കായിരുന്നു. എന്നാൽ യതി ഉസ്കെ ഗർവാലെ, അവന്റെ വീട്ടുകാരാണ്, വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, ഇവരാരെങ്കിലും ഒരാളാണ് നിക്കൽ ആത്തേത്തോ പുറത്തേക്ക് വരുന്നതെങ്കിൽ കേശവ് കോ ദേക്കർ, കേശവിനെ കാണുമ്പോൾ തന്നെ അപ്പനെ ലഡ്കേക്കോ ഗേൽന ന ബേജിനേക്ക, കളിക്കാൻ ന ബേജിന അയക്കുന്നില്ലെന്ന ഉൻക ഇരാദ, അവരുടെ ഉദ്ദേശം, ഇരാദ എന്ന ഉദ്ദേശം, അവർ പറയും ഞങ്ങൾ കുട്ടിനെ അയക്കുന്നില്ല അല്ലെ, അയക്കുന്നില്ല അവരുടെ ഉദ്ദേശം എന്ത് ചെയ്യും, ഓർ പക്കാ ഹോജാത്ത, ഒന്നുകൂടി ഉറപ്പിക്കും, പക്കാ ഹോജാന എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പിക്കല്ലേ, അവർ ഉറപ്പിച്ച് പറയും ഞങ്ങൾ എന്തായാലും കുട്ടിനെ അയക്കുന്നില്ല എന്നങ്ങോട്ട് ഉറപ്പിച്ചിട്ട് അവരെന്ത് ചെയ്യും, പറയും. ഓക്കെ, ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഒരു കുട്ടിയുടെ, ഗുല്ലു എന്ന് പേരുള്ള ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് നമ്മുടെ കേശവ് അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് വിളിക്കാൻ പോകുമ്പോൾ അവന്റെ അമ്മ പറയുന്ന ഡയലോഗുകളാണ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത്. നോക്കൂ, ഗുല്ലു ആജ് ഗേലിനെ നെഹി ജായക, ഗുല്ലു ഇന്ന് കളിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ കളിക്കാൻ വരുന്നില്ല, പടായി കരേക, അവൻ പഠിക്കാൻ പോവാണ്. എന്താ തും ഭാഗോ യഹാംസെ, ഇവിടുന്ന് വേഗം വിട്ടോ എന്നെന്ത് ചെയ്യാണ് ഗുല്ലുവിന്റെ അമ്മ വന്നിട്ട് പറയുന്ന ഒരു ഡയലോഗ്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇവൻ സ്ഥിരം കേൾക്കുന്ന കേശവ്. അപ്പോ സാധാരണ നമുക്കറിയാം, നമ്മളും കളിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മളെ കൂട്ടുകാരൊന്നും വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ മിക്ക പേരൻസും പറയുന്നതാണ് എന്ത്, ഇന്ന് അവൻ കളിക്കാൻ വരുന്നില്ല, അവൻ പഠിക്കാനുണ്ട്, വയ്ക്കോ എന്നൊക്കെ പറയല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ ആരോട്, കേശവനോട് ഈ അമ്മ പറയും. ദെൻ അപ്പൊ നമ്മുടെ കേശവ് പാവം, കേശവന് ഇത് അറിയില്ലല്ലോ, അമ്മ ഇനി കൂടുതൽ ചീത്ത പറയും അടിക്കുന്നൊന്നും. അപ്പൊ കേശവ് എന്ത് ചെയ്യും, പറഞ്ഞിങ്ങനെ ആന്റി ഉസ്കെ ദോസ്ത് ബുലാ രഹേ, അവരുടെ കൂട്ടുകാര് വിളിക്കുന്നുണ്ട്, അവന്റെ കൂട്ടുകാര് വിളിക്കുന്നുണ്ട്. കേശവ് മാസൂമിയത്ത് സേ കഹ, മാസൂമിയത്ത് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത, വളരെ നിഷ്കളങ്കനായി പാവത്താനായിട്ട് നമ്മുടെ കേശവ് പറയും, ചേച്ചി അവന്റെ ആന്റിമാര് അവന്റെ കൂട്ടുകാര് കളിക്കാൻ വിളിക്കുന്നുണ്ട് എന്ന് പറയല്ലേ. ദെൻ തുംകോ ഭാഗനെ പോലാ ഹേ, അപ്പൊ ആ ചേച്ചിക്ക് ചൂടാവും, അമ്മക്ക് ചൂടാവും. അവരെന്താ പറയാ, എന്നോടല്ലടാ പോവാൻ പറഞ്ഞത്, ഭാഗ്ന പോലാ ഹേ, ഇതിനെന്താ ഫിർബി ഗഡേഹോ, നെട്ടിച്ച് ഇവിടെ നിൽക്കാണ്. ഇതിനെന്താ ലഗാവു ക്യോ ദോ ചോപ്പട്, എന്താ ചാപ്പട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ടുള്ള അടിയിലെ, ഞങ്ങൾക്ക് 2 അടി തട്ടടാ എന്ന് പറഞ്ഞിട്ട് വേഗപ്പെടുന്ന ഓടാൻ പറയില്ലേ. അപ്പം പിന്നെ പാവം കേശവ് പേടിച്ചിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടും. ഇതൊക്കെയാണ് സംഭവിക്കല് മക്കളെ. ഇനി ഇങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി കളിക്കാൻ വന്നിട്ടില്ലെങ്കിൽ, എന്നിട്ട് വീട്ടിൽ പോയിട്ട് വിളിച്ചിട്ടും അവന് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അപ്പൊ നമ്മുടെ കേശവന് ലോട്ടറി അടിക്കും, കേശവന് കളിക്കാൻ അവസരം കിട്ടും. കാരണം ആളെ പൂർത്തീകരിക്കണ്ടേ. അതാണ് ഇനി പറയുന്നതൊക്കെ. തബ് അപ്പോൾ ഗിലാഡിക്ക് കമിക്ക്, ഗിലാഡിയുടെ കുറവ്, കമി എന്ന് പറഞ്ഞാൽ കുറവ്, പൂർത്തീകരിക്കുന്നതിനായി കേശവ് സേക്കി ജാതി, കേശവിന്റെ ഉത്തരവാദിത്തമായി മാറും. അല്ലെങ്കിൽ അതായത് ആ കളിക്കാൻ ആളില്ലാതെ വന്നു കഴിഞ്ഞാൽ കേശവിനെ അവര് കളിക്കാൻ കൂട്ടും. ദെൻ മകർ, എന്നാൽ കളിക്കാൻ കൂട്ടിയെന്ന് വിചാരിച്ചിട്ട് കേശവിന് ബോളും ബാറ്റും ഒക്കെ കൊടുക്കുന്നല്ല ഉദ്ദേശിച്ചത്. കളിക്കാൻ കൂട്ടും, പക്ഷെ കേശവിന് വലിയ പണിയുണ്ട് ഗ്രൗണ്ടില്. എന്താ പരിപാടി, ദൂർ ഇമാരത്തോംസെ, ദൂരെയുള്ള കെട്ടിടങ്ങളിൽ നിന്നും, ജാഡിയോംസെ, ജാഡി എന്ന് പറഞ്ഞാൽ കുറ്റിച്ചടി അല്ലെങ്കിൽ കുറ്റിക്കാട്, കുറ്റിക്കാടുകളിൽ നിന്നും, ഗന്തി നാളീസെ, നാളി എന്ന് പറഞ്ഞാൽ ചാല് എന്നാണ് അർത്ഥം. ഗന്തി നാളി എന്ന് പറഞ്ഞാൽ അഴുക്ക് ചാല്, ഗന്തി എന്ന് പറഞ്ഞാൽ മോശം, വൃത്തിയാട്ട അല്ലെ. അപ്പൊ അഴുക്ക് ചാലിൽ നിന്നും ബോൾ ലാനേക്ക്, ബോൾ കൊണ്ടുവരാനുള്ള
ജിമ്മേദാരി എന്നൊക്കെ പറഞ്ഞാൽ ഉത്തരവാദിത്തം എന്നാണ് പറയാ. അപ്പൊ ബോൾ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ആരുടേതായിരുന്നു? കേശവ് കാഹി ഹോത്ത, കേശവിനായിരുന്നു. അപ്പൊ കേശവിന്റെ കഷ്ടകാലം നോക്കിയാൽ കളിക്കാൻ കൂട്ടിയാലും പണി എന്താണ്? ഏതെങ്കിലും കുട്ടി പന്തടിച്ചു കഴിഞ്ഞ് കെട്ടിടത്തിന്റെ മേലേക്ക് പോവുകയെ അതല്ലെങ്കിൽ നമ്മുടെ അഴുക്കുചാലിൽ വീണ് പോവുകയെ കുറ്റിക്കാട്ടിൽ പോവുകയോ ചെയ്താൽ അത് എടുത്തു കൊണ്ടുവരാൻ പാവം കേശവിനെ പറഞ്ഞയക്കും. ഇനി വേറെ കോമഡി എന്താ? ചാഹേ വഹ് ദോനോ ടീമോ മേ കിസി കാ ഭി ഹിസ്സ ഹോ, അത് രണ്ട് ടീമിലെ ആര് തല്ലിയതാലും ആരടിച്ചിട്ട് പോയാലും ആരെടുത്തു കൊണ്ടുവരണം? നമ്മുടെ കേശവ് എടുത്തു കൊണ്ടുവരണം. അപ്പൊ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ബോൾ എടുത്തു കൊണ്ടുവരേണ്ട ഡ്യൂട്ടി നമ്മുടെ കേശവിനായിരുന്നു. കാരണം മാക്സിമം ആ പയ്യനെ ചൂഷണം ചെയ്യാണ് അല്ലെ. then നോക്കേ, കൈബാർ പലതവണ ഉൻകി ബോൾ, ഇവന്മാരുടെ പന്ത്, അതായത് നമ്മുടെ ഈ പയ്യന്മാരുടെ പന്ത് കളിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സി ഗുങ്കാർ ദമ്പതിക്കെ ആഹാത്മേം ചലി ജാത്തി. ഗുങ്കാർ ദമ്പതി എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെ, ദമ്പതികള്. അപ്പൊ ഒരു ഗുങ്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യക്കാരായ വഴക്കാളികളായിട്ടുള്ള ഒരു ദമ്പതികളുടെ ഒരു ഭർത്താവും ഭാര്യയും ഉണ്ട്. ഇവർ കളിക്കുന്ന ഈ പയ്യന്മാര് കളിക്കുന്ന ആ സ്ഥലത്തിനപ്പുറത്ത്, അത് മിക്ക കളിസ്ഥലങ്ങളുടെ അടുത്തുണ്ടാവും ഏതെങ്കിലുമൊക്കെ കുരുപ്പുകള്. അവർക്ക് കുട്ടികൾ കളിക്കുന്ന ഇഷ്ടാവൂല. എന്നിട്ട് ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും അവരുടെ വീട്ടിലേക്ക് ആ പന്ത് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക? കൊത്തി മുറിച്ചിടുക, പൊട്ടിച്ച് കളയുക, എടുത്തേക്കുക, അങ്ങനെയുള്ള കലാപരിപാടികളുണ്ട്. പിന്നെ വരുന്ന കുട്ടികളെ വഴക്ക് പറയാം അല്ലെ. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് നേരിട്ടും അനുഭവം ഉണ്ടാവും, ഞങ്ങളുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള ഒരു ദമ്പതികൾ ഈ പയ്യന്മാര് കളിക്കുന്ന കോളനിയുടെ അടുത്ത്, ആ ഗ്രൗണ്ടിന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ ഇടക്കിടക്ക് ഈ പയ്യന്മാർ അടിക്കുന്ന ബോൾ ഇവരുടെ മുറ്റത്തേക്ക്, ആഹാത്ത് എന്ന് പറഞ്ഞാൽ മുറ്റട്ടോ, മുറ്റത്തേക്ക് വീഴും. അങ്ങനെ മുറ്റത്തേക്ക് വീണ് കഴിഞ്ഞാൽ ജിനേം ലടുക്കേക്ക ഇതർ ഗേൽനാഹി പസന്ത് നെയ്ത്ത, അവർക്കാണെങ്കിൽ കുട്ടികൾ ഇവിടെ കളിക്കുന്നതേ പസന്ത് നെയ്ത്ത, ഇഷ്ടല്ല, അങ്ങനെയുള്ള ആളുകളാണ്. ദെൻ ബഡേ ലടുക്കോങ്കോ വഹാം ബോൾ മാംഗനെ ജാനെ പർ അപമാനിത് ഹോനെ ഓർ ബോൾ സെ ഹാത്ത് ബോ ബൈഠനെ കാ ഡർ രഹതാ താ. അപ്പോ വലിയ കുട്ടികൾക്ക്, ഈ ക്രിക്കറ്റ് കളിക്കുന്ന വലിയ കുട്ടികൾക്ക് അവിടെ പോകുന്നത് ഒരു അപമാനിതമല്ല, ഒരു നാണക്കേടായിരുന്നു. കാരണം അവിടുന്ന് എന്തെങ്കിലും വായിലുള്ള കേൾക്കും, ബോൾ കിട്ടൂല എന്നുള്ള പേടി ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെന്താ ചെയ്യുക? ഇസ്ലിയേ വേ കുച്ച് ദേർ രുക്കർ, അതുകൊണ്ട് അവർ കുറച്ച് സമയം ഇങ്ങനെ മിണ്ടാതിരിക്കും, രുക്കർ അവിടെ ഇങ്ങനെ നിൽക്കും. ബോൾ അഥവാ ഇവരുടെ തൊടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ അമ്മാവന്മാര് പുറത്തേക്ക് വരുന്നുണ്ടോ അല്ലെ, അവിടെ ഒരു തള്ളിയും തന്തി ഉണ്ടാവുമല്ലോ, അവര് പുറത്ത് വരുന്നുണ്ടോ, അവർ ബോൾ വീണത് അറിഞ്ഞിട്ടില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് മിണ്ടാതെ കുറച്ചു നേരം നിൽക്കും. അതിനുശേഷം ചുപ് കേസെ മിണ്ടാതെ കേശവക്കോ അപ്പിനെ ഉൻകെ ആഹാത്തൊക്കെ അന്തർ ഉത്തരാത്തെ. കേശവ് ചെറിയ പയ്യനല്ലോ, കേശവിനെ എല്ലാരും കൂടി പൊക്കിങ്ങാണ്ട് ഇവരുടെ ആ മുറ്റത്തേക്ക് മെല്ലെ ഉത്തരാത്തെ, ഉത്തർന എന്ന് പറഞ്ഞാൽ ഇറങ്ങുക, ഉത്തരാന എന്ന് പറഞ്ഞാൽ ഇറക്കുക. കേശവിനെ ആ മതിലിന്റെ മേലെ കൂടി താഴേക്ക് മെല്ലെ ഇറക്കും. ഓക്കെ, ഇനി കേശവ് വേണം പന്തെടുത്തുകൊണ്ട് വരാൻ, വല്ലാത്ത ജാതികള്. ഓക്കെ, കേശവ് ബന്ദർ കി തര, കേശവ് ഒരു കുരങ്ങിനെ പോലെ, ബന്ദർ എന്ന് പറഞ്ഞാൽ കുരങ്ങ് അല്ലെ, ഈ തരഹ് എന്ന് പറഞ്ഞാല് പോലെ. അപ്പൊ കേശവ് ഒരു കുരങ്ങിനെ പോലെ ബോൾ കോ ഡൂണ്ടുകർ, പന്ത് അന്വേഷിച്ചുകൊണ്ട്, ഡൂണ്ടിന പറഞ്ഞാൽ അന്വേഷിക്കുക, ഡൂണ്ടുകർ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചുകൊണ്ട്, ബാഹർ ഉച്ചാൽ ദേത്ത, പുറത്തേക്ക് എന്ത് ചെയ്യും? ഉച്ചാൽ ദേത്ത, എറിഞ്ഞിട്ട് കൊടുക്കും. അതിനുശേഷം ലഡ്കെ കേശവക്കോ വാപ്പസ് ആഹാത്തോക്കെ ബാഹർ ഗീച്ചിലെത്തെ, ഭാഗ്യം കേശവന് പിന്നെ ആവശ്യമുള്ളതുകൊണ്ട് അവർ ഇങ്ങോട്ട് എടുക്കും. ഓക്കെ, കേശവൻ എന്ത് ചെയ്യും? ആ മതിലിന്റെ അവിടുന്ന് പുറത്തേക്ക് ഗീച്ചന എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കും അല്ലെ, വലിച്ചു പുറത്തേക്ക് എടുക്കും. ഇതായിരുന്നു പരിപാടി. ഗേൽക്കോ ജ്യാദാത്താർ സമയം, കളിയുടെ കൂടുതൽ സമയത്തും, ജ്യാദാത്താർ എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയത്തും കേശവ് കിനാരെ ബൈട്ട, കേശവ് തീരത്തായിരുന്നു എന്ന് പറഞ്ഞാൽ കേശവ് കരയിലായിരുന്നു, കേശവിന് കളിക്കാൻ അവസരം കിട്ടിയിരുന്നില്ല. ബാക്കിയിലെടുക്കോങ്കോ ഗേൽനാ ദേഖ്താ രഹത്ത, ബാക്കിയുള്ള കളിക്കാരൊക്കെ കളിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആര് ചെയ്തിരുന്നത്? നമ്മുടെ കേശവ് ചെയ്തിരുന്നത്. പാവാണ് അല്ലെ. കോയി ബി ടീം, അതായത് ഒരു ടീമും, അവിടെ കളിക്കുന്ന രണ്ട് ടീം ഉണ്ടാവുമല്ലോ, അതിൽ ഒരു ടീമും ഉസെ അപ്നി തരഫ് ജിലാനേക്കാ തയ്യാർ നഹി ഹോത്തി തീ, കേശവിനെ തങ്ങളുടെ കൂടെ കൂട്ടാൻ തയ്യാറായിരുന്നില്ല. ഒന്നാമത് കേശവ് ചെറിയ കുട്ടിയാണ്, പോരാത്തിന് വലിയ കളിക്കാനൊന്നും അറിയലുണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കേശവിനെ ആരും കൂടെ കൂട്ടിയിരുന്നില്ല. കൈ ബാർ പലതവണ കേശവിനെ അപ്പനെ മാതാപിതാസെ ഉസ്കെ ലിയെ ബി ബല്ല ഓർ ബോൾ ഖരീദ് ദേനെ കാ ആഗ്രഹ കിയാ താ. അപ്പൊ കേശവിന് അവന്മാര് കളിക്കാൻ കൂട്ടഞ്ഞപ്പോ കേശവിന് ഭയങ്കര ആഗ്രഹം, സ്വന്തമായിട്ടൊരു ബാറ്റും ബോളൊക്കെ വേണമെന്നേ. അപ്പൊ കേശവ് എന്ത് ചെയ്തു? തന്റെ അച്ഛനും അമ്മയോടും കൈ ബാർ പലതവണ പറഞ്ഞു തനിക്ക് ഉസ്കെ ലിയെ, അവന് വേണ്ടി ഒരു ബല്ല പറഞ്ഞ ബാറ്റ്, ബാറ്റും അതേപോലെ ബോളും ഖരീദ് ദേനേക്ക വാങ്ങിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുക, ആഗ്രഹമൊക്കെ പറഞ്ഞു. നമുക്ക്
നമുക്കറിയാം ഇവന്റെ അച്ഛനമ്മയൊക്കെ അത്രയും ദരിദ്രം പിടിച്ചവരാണ് അല്ലെ. അപ്പൊ അങ്ങനെ വാങ്ങിക്കൊടുക്കോ? ഇല്ല, അവരുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അപ്പൊ പൈസ ഇല്ലെങ്കിൽ അവരെന്താ ചെയ്യുന്നത്? മഗർ എന്നാൽ മാതാപിതാനെ ഉസേ ടപ്പട് ദിയാത്ത, അമ്മയും അച്ഛനും ഒക്കെ അവനെ വഴക്ക് പറയാ ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ അല്ലെ. ഇവിടെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ പൈസ ഇല്ലെങ്കിൽ ചില ആഗ്രഹങ്ങൾ നമ്മൾ പറയുമ്പോൾ അവർ വേഗം ചൂടായി കാണും അല്ലെ. അപ്പൊ അങ്ങനെ വഴക്ക് പറഞ്ഞു. എന്നാൽ പിന്നീട് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അവർ അവസാനം പറഞ്ഞെന്താ? ജബ് തു അച്ഛേ നമ്പർ സെ പാഞ്ചീം പാസ് കർ ലേഗ, നീ നല്ല നമ്പറിൽ, നമ്പർ എന്ന് ഉദ്ദേശിച്ച ഇവിടെ റാങ്ക് ആണ്, നല്ല റാങ്കോട് കൂടിയിട്ട് 5ാം ക്ലാസ് പാസ് ആവുകയാണെങ്കിൽ ഏക്ക് ബോൾ ഖരീദ് ഹിയോ ദേഗ, എന്താ നിനക്ക് ഞങ്ങൾ എന്ത് മേടിച്ചു തരാ? ഒരു ബോൾ മേടിച്ചു തരാമെന്ന് പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അവനിപ്പോ 4ാം ക്ലാസ്സിലേക്ക് ജയിച്ചിട്ടേ ഉള്ളൂ. ഇനി 4 കഴിഞ്ഞ് 5ാം ക്ലാസ് പാസ്സായ ഒരു ബോൾ മേടിച്ചു തരാന്ന്. അപ്പൊ അവർക്ക് അറിയാം, കേശവന്റെ അച്ഛനും അമ്മയ്ക്ക് അറിയാം, ഒരു ബോൾ വാങ്ങാൻ പോലും ഞങ്ങൾക്ക് കുറെ കാലം പിടിക്കും, അത്രയും പൈസ ഇല്ല. അപ്പൊ കേശവന്റെ ഒന്ന് തൽക്കാലം ഒന്ന് അവന്റെ വെറുപ്പിക്കൽ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓഫർ കൊടുത്തു. അപ്പൊ ബോളല്ലേ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ കേശവ ചോദിക്കാണ്, ഓർ ബല്ല വേറ്റോ അല്ലെ. അപ്പൊ വേറ്റോ എന്ന് ചോദിച്ചു. അപ്പൊ അവന്റെ അച്ഛനമ്മ എന്താ പറഞ്ഞത്? ഉസ്കെ ബാരെ മേ ബി തബ് സോച്ചേഗ, അതിനെ കുറിച്ച് അപ്പ ചിന്തിക്കുക. ഓക്കെ, തബ് സോച്ചേഗ എന്ന് പറഞ്ഞാൽ അപ്പ ആലോചിക്കുക, ഭാരവി എന്ന് പറഞ്ഞാൽ കുറിച്ച് അല്ലെ. ഞാൻ നോക്കേ, ബേചാര കേശവ്, നിരപരാധിയായ നിഷ്കളങ്കനായ നമ്മുടെ കേശവ്, ദിൻകോ പകല് മുഴുവൻ രുവാംസ പട അല്ലെ, അതായത് സങ്കടപ്പെട്ടുകൊണ്ട് പടാരകത്ത് അല്ലെ, അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു. രുവാംസ പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് അല്ലെ, കരഞ്ഞുകൊണ്ട് പകല് മുഴുവൻ അവനിങ്ങനെ കരഞ്ഞു തീർക്കും. ഇനി അതിനുശേഷം രാത്രിയിലാണ് ഫുള്ള് കോമഡി. രാത്രിയിൽ നമ്മുടെ കേശവിന്റെ പണി ഇവിടെ പറയുന്നുണ്ട്. എന്താടാ നോക്കേ, മഗർ എന്നാൽ രാത്രിക്കോ സപ്നേമേം, രാത്രിയിൽ സ്വപ്നത്തിൽ. നമുക്കറിയാം നമ്മൾ എന്ത് ആഗ്രഹിക്കുന്ന കുറേ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹം നമ്മൾ സ്വപ്നത്തിലൂടെ കാണും അല്ലെ. സ്വപ്നത്തിലൂടെ കണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അതൊക്കെ വെറുതെ ആളുകൾ പറയുന്ന സ്വപ്നങ്ങൾ നടക്കും, പുലർച്ചെ കാണുന്ന സ്വപ്നങ്ങൾ നടക്കുന്നൊക്കെ, അങ്ങനെ സംഭവമൊന്നുമില്ല. പക്ഷെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അതുപോലെ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സ്വപ്നത്തിൽ കാണും അല്ലെ. ചിലപ്പോൾ നമ്മളിങ്ങനെ വല്ലാണ്ട് പേടിച്ച് നടക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളായിട്ട് കാണും. നല്ല സന്തോഷത്തിലാണ് നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ചിലപ്പോൾ സന്തോഷമുള്ള സ്വപ്നങ്ങൾ കാണും. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് അല്ലെ സ്വപ്നങ്ങൾക്ക്. അപ്പൊ എന്തായാലും നമ്മുടെ കേശവ് ഫുൾ ടൈം ക്രിക്കറ്റിന്റെ കാര്യങ്ങളാണ് ആലോചിക്കണേ. അതുകൊണ്ട് ഉറക്കത്തിൽ അവൻ ക്രിക്കറ്റ് കളിക്കുന്നത് കാണുകയാണ്. എന്താ വഹ അപ്പനേക്കോ അക്സർ, മിക്കപ്പോഴും, എല്ലാ ദിവസവും അല്ല, മിക്ക ദിവസങ്ങളിലും അവന് സ്വപ്നത്തിൽ എന്ത് ചെയ്യുന്നു? ക്രിക്കറ്റ് ഗേൽത്താ ദേക്കാ കർത്ത, ക്രിക്കറ്റ് കളിക്കുന്ന ഇങ്ങനെ കാണാറുണ്ട്. ദെൻ ഉസ്കെ ഹാത്തോമേം, അപ്പൊ ആ ഉറക്കത്തിൽ അവന്റെ കയ്യിൽ എന്തുണ്ട്? നയാ ബല്ല, പുതിയ ബാറ്റ് ഉണ്ട്. ഓർ സിർപ്പർ, തലയിൽ ഒരു വൈറ്റ് ക്യാപ്പ് ഉണ്ട്. ചക്ക് എന്നാ പറഞ്ഞത്. ചക്ക് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന വൈറ്റ് ക്യാപ്പും ഉണ്ട് എന്നാ പറഞ്ഞത്. ചാപ്റ്ററിന്റെ പേരെന്നെ എന്താടാ? വൈറ്റ് ക്യാപ്പ് എന്നല്ലേ. അപ്പൊ ഇവന് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് ക്യാപ്പ് ഒക്കെ ഇട്ടിട്ട് കളിക്കുന്നത് അല്ലേ. അപ്പൊ അതാണ് ആ ചാപ്റ്ററിന് അങ്ങനെ പേരെന്നെ കൊടുത്തത്. എന്തായാലും ഈ കഥയുടെ അവസാനവും വൈറ്റ് ക്യാപ്പിന്റെ ഒരു ഇൻസിഡന്റ് വരുന്നുണ്ട്. അത് നമുക്ക് അപ്പം നോക്കാം. എന്തായാലും വൈറ്റ് ക്യാപ്പൊക്കെ ഇട്ട് കളിക്കുന്ന ഒരു സ്വപ്നം കാണുകയാണ് നമ്മുടെ ഈ കുട്ടി അല്ലെ. നോക്കേ, ടാങ്കോം പർ, ടാങ്കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് എന്നാണ് അർത്ഥം. അപ്പൊ കാലുകളില് ഷാന്താർ മോട്ടെ പേട് കൈസേ ഹോത്തെ, എന്തുണ്ടായിരുന്നു? ഷാന്താർ, സുന്ദരമായിട്ടുള്ള മോട്ടെ, തടിച്ച പാഡ്. നമുക്കറിയാം ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് കാലിൽ കിട്ടുന്ന ഒരു സാധനമാണ് പാഡ് അല്ലെ, ബോൾ വന്നിട്ട് ഇടിക്കാക്കാനെ. അപ്പൊ ആ പാഡൊക്കെ ഇട്ടിട്ടാണ് ഈ കുട്ടി കളിക്കുന്നത്. മോട്ടെ മേടകക്ക് തരം, മേടക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തവള എന്നർത്ഥം. മോട്ടെ മേടക തടിച്ച തവള. അപ്പൊ ഇവൻ ഈ ചെറിയ പയ്യനാണല്ലോ, ആ പയ്യൻ ഇങ്ങനെ ഹെൽമെറ്റും അതേപോലെ തന്നെ പാഡും ഒക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ വലിയ സൈസിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അവന് തന്നെ എന്താ തോന്നുന്നത്? ഇങ്ങനെ തടിച്ച ഒരു തവളയെ പോലെയാണ് ഞാനെന്ന് തോന്നുകയാണ്. ആ തടിച്ച തവളയെ പോലെ ദിക്തെ, കാണപ്പെടുന്ന അപ്പിനെ ഉസ് രൂപക്ക്, തന്റെ ആ രൂപത്തെ കൽപ്പനാപ്പർ, ആലോചിക്കുമ്പോൾ, മനസ്സിലിങ്ങനെ ആലോചിക്കുമ്പോൾ, വഹു മൻഹീമൻ മുസ്കുരാത്ത, അവനും മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നും. ഓക്കെ, വല്ലാത്ത ജാതി അല്ലെ. ഞാൻ നോക്കി, ദൂസരെ ലടുക്കെ ചകിത്, ബാക്കിയുള്ള കുട്ടികളാണെങ്കിൽ ചകിത്, വിസ്മയത്തോടെ. നമുക്കറിയാം റിയാലിറ്റിയിൽ എന്താ ഇവിടെ നടക്കുന്നത്? മറ്റു കുട്ടികൾ കളിക്കുന്നത് ആര് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്? കേശവ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മുടെ സ്വപ്നത്തിൽ, കേശവിന്റെ സ്വപ്നത്തിൽ കേശവാണ് ഹീറോ അല്ലെ. കേശവ് കളിക്കുന്നു, ബാക്കിയുള്ള കുട്ടികൾ അന്തം വിട്ട് കേശവിന്റെ കളി കാണുകയാണ് അല്ലെ. ചകിത്, അതായത് അത്ഭുതപ്പെട്ടുകൊണ്ട് ഉസേ ഗേൽത്താ ദേഖ്നാ രഹത്തെ അല്ലെ, അവന്റെ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓർ വഹ് ധനാദൻ റൺ പർ റൺ ബനാ രഹോത്ത, അവനാണെങ്കിൽ ഇങ്ങനെ റൺസ് അടിച്ചു കൂട്ടുകയാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ കുറെ റൺസ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. ഞാൻ നോക്കേ,
ഏ ചക്ക, അവന് ഇതൊക്കെ ഉറക്കത്തിലാട്ടോ, ഉറക്കം വിളിച്ചു പറയണം, അതാ 6 ആർ, ചക്ക എന്ന് പറഞ്ഞാൽ 6 അല്ലേ, 6 ആർ. ഏ ചൗക്ക, അതാ 4 മോനെ 4 അല്ലേ. പിന്നെന്താ നെയ്, അല്ല മോനെ നോട്ട് ഔട്ട് ഹോം, ഞാൻ ഔട്ടല്ല. ഇതൊക്കെ എവിടെ വിളിച്ചിരുന്നേ, ഉറക്കത്തിൽ വിളിച്ചു പറയാണ് അല്ലെ. അപ്പൊ ഉറക്കത്തിൽ വിളിച്ചു പറയുമ്പോൾ ചിലപ്പോൾ സൗണ്ട് ഒക്കെ പുറത്തു വരും അല്ലെ, നമുക്കറിയില്ല. ചിലപ്പോൾ ഉറക്കത്തിൽ കുട്ടികളൊക്കെ ഉറക്കം വിളിച്ചു പറയും, കുട്ടികൾ നല്ല വലിയ ആൾക്കാരും വിളിച്ചു പറയും അല്ലെ. ദെൻ വാഹു ബഡ്ബടാത്തെ ഹുയി, അവനിങ്ങനെ പിറുപിറുക്കും, ഞാൻ ഔട്ടല്ല എന്ന് ഇങ്ങനെ ഉറക്കത്തിൽ വിളിച്ചു പറയും. ബഡ്ബടാന്ന പിറുപിറുക്ക കേട്ടോ. കബി ചിലപ്പോഴൊക്കെ ഉടുബൈത്താത്തോ, അങ്ങനെ പിറുപിറുത്തുകൊണ്ട് ആളെ എഴുന്നേറ്റിരുന്നുകൊണ്ട് പറയും, ഞാൻ ഔട്ടല്ല എന്നൊക്കെ പറയും. അപ്പൊ ആ സമയത്ത് ഉസേ മാതാപിതാക്കി ടാണ്ട് ബി ഗാനി പെടുത്ത, അവന് മാതാപിതാക്കളുടെ വഴക്കും കേൾക്കും, നന്നായിട്ട് വഴക്കും പറയും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പാവപ്പെട്ട നമ്മുടെ കേശവിന്റെ അവസ്ഥ അല്ലെ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കഥയുടെ ബാക്കി പത്രം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ മക്കളെ, ഇതെന്തായാലും ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ ഇതിന്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് പഠിക്കാട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.